Boche Gold and Diamonds. Buy now, pay later. മുതലമട തേക്കടി അല്ലിമൂപ്പൻ ഉന്നതിയിലെ വീടുകൾക്ക് നമ്പർ അനുവദിക്കുന്നില്ലെന്ന് പരാതി. തേക്കടി അല്ലിമൂപ്പൻ ഉന്നതിയിലെ 100ഓളം കുടുംബങ്ങളാണ് നമ്പർ ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നത്. PMAY പദ്ധതി വഴി വീട് നിർമ്മിച്ചവർക്കാണ് ഈ പ്രശ്നം. പുരപ്പുറ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ഭൂരിപക്ഷം വീടുകളിലും വൈദ്യുതിയില്ല. സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ റോഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിപ്പോൾ വളഞ്ഞു മൂക്ക് പിടിക്കില്ലല്ലോ. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വരുവാണെങ്കിൽ ഈ 6 കിലോമീറ്റർ കൂടി 20 കിലോമീറ്റർ എത്തുന്നതാണോ, അവിടുന്ന് 70 കിലോമീറ്റർ എത്തുന്നതാണോ എന്ന് ചിന്തിക്കുമ്പോൾ എന്താ പറയുക, അപ്പോഴേക്കും ചൂസ് ചെയ്യണത് ഈ വഴിയായിരിക്കും. നമുക്ക് വളഞ്ഞു പോകേണ്ട ഈ വഴിയായിരിക്കും. അപ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസുകളൊക്കെ ചിലപ്പോൾ നിലക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഫോറസ്റ്റുകാർക്ക് വർക്ക് ലോഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇതിപ്പോൾ ചിലപ്പോൾ തമിഴ്നാടും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചേർന്നിട്ടുള്ള ഒരു കളിയായിരിക്കാം. അതാണ് സത്യാവസ്ഥ, വേറൊന്നും അല്ല. ഇതിലെ റോഡ് വന്നപ്പോൾ റോഡ് ഇപ്പോൾ വെട്ടാൻ പറ്റില്ല. ഇതിന് മുമ്പ് എന്താ പറയുക, 1972 എനിക്ക് പറഞ്ഞു കേട്ടൊരു ഇത് മാത്രമേ ഉള്ളൂ. 1972 റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫുള്ളും മലയാണ്, പാറകളാണ്, മരങ്ങളാണ്. ഇതൊക്കെ വെട്ടിത്തെളിച്ചാൽ മാത്രമേ ഇതിൽ കടന്നു പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ അതില്ലാതെ, വനം നശിപ്പിക്കാതെ, ഒന്നും മാറ്റാതെ തന്നെ ഞങ്ങൾക്ക് ഒരു കൂലിക്ക് വേണ്ടിയോ ഇപ്പോൾ ഗവൺമെൻറ് കുറേ പൈസ ഫണ്ട് ചിലവാക്കാൻ വേണ്ടിയിട്ടല്ലേ മടിക്കുന്നത്. എത്രയോ ഫണ്ടുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 3054 കോടി, അത് റോഡ് വെട്ടാൻ വേണ്ടി മാത്രം 3054 കോടിയും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 961 കോടിയും. തമിഴ്നാട് സേത്തുമട വഴി കിലോമീറ്ററുകൾ ചുറ്റി വേണം ഉന്നതിയിലെത്താൻ. പകരം മുതലമട ചെമ്മണാമ്പതിയിൽ നിന്നും വനപാത നിർമ്മിക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് സ്ഥലം കണ്ടെത്തിയെങ്കിലും വനപാത നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. തേക്കടി ഉന്നതികളിൽ നിന്ന് 13 കിലോമീറ്റർ കൊണ്ട് മുതലമടയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണിത്. പകർച്ചവ്യാധികൾ, അപകടങ്ങൾ തുടങ്ങിയവ തുടർക്കഥയായ ഉന്നതികളിലെ ആരോഗ്യ സംരക്ഷണത്തിനായി കെ ബാബു MLA അനുവദിച്ച ആംബുലൻസ് ലഭിച്ചില്ലെന്നും പരാതിയുണ്ട്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.